നമസ്കാരം. പ്രധാന വാർത്തകൾ. കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1-ന്. ബജറ്റ് സമ്മേളനം 2 ഘട്ടമായി നടക്കും. കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഫെബ്രുവരി 1-ന് അവതരിപ്പിക്കും. ബജറ്റ് സമ്മേളനം ഈ മാസം 31 മുതൽ 2 ഘട്ടമായി ചേരും. ആദ്യഘട്ട ബജറ്റ് സമ്മേളനം ഈ മാസം 31 മുതൽ ഫെബ്രുവരി 13 വരെയാകും നടക്കുക. രണ്ടാം ഘട്ടം മാർച്ച് 10 മുതൽ ഏപ്രിൽ 4 വരെ നടക്കും. 31-ന് രാഷ്ട്രപതി പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ഫെബ്രുവരി 7-നാണ് കേരള ബജറ്റ്. നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിച്ചിരുന്നു. ശ്വാസമുട്ടലിന് ആശുപത്രിയിൽ നിന്ന് നൽകിയ ഗുളികയിൽ മൊട്ടുസൂചി. അന്വേഷണം. വിതുര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് രോഗിക്ക് നൽകിയ ഗുളികയിൽ മൊട്ടുസൂചി കണ്ടെത്തിയതായി പരാതി. മേമല ഉരുളക്കുന്ന് സ്വദേശി വസന്തയ്ക്കാണ് ശ്വാസമുട്ടലിന് നൽകിയ സീമോക്സ് ക്യാപ്സ്യൂളിൽ നിന്നും സൂചി ലഭിച്ചത്. ഗുളികയ്ക്കുള്ളിൽ മരുന്നില്ലെന്ന സംശയം തോന്നി തുറന്നു നോക്കിയപ്പോഴാണ് മൊട്ടുസൂചി കണ്ടത്. വിതുര പോലീസിലും മെഡിക്കൽ ഓഫീസർക്കും വസന്ത പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. അഡീഷണൽ DHSഉം DMOയും ഉൾപ്പെടെയുള്ള സംഘം വസന്തയുടെ വീട്ടിലെത്തി പരിശോധന നടത്തി. ബുധനാഴ്ച രാത്രിയും ഇന്ന് പകലും മരുന്ന് കഴിച്ചിരുന്നതായി വസന്ത പറഞ്ഞു. തിരുവനന്തപുരത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് വൻ അപകടം. ഒരാൾക്ക് ദാരുണാന്ത്യം. 60 വയസ്സുള്ള സ്ത്രീയാണ് മരിച്ചത്. നിരവധി പേർക്ക് പരിക്കേറ്റു. നെടുമങ്ങാട് ഇരിയഞ്ചേരത്താണ് സംഭവം. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. പരിക്കേറ്റവരെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാട്ടാക്കട പെരുങ്കളവിലയിൽ നിന്ന് മൂന്നാറിലേക്ക് വിനോദയാത്ര പോയവരാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരം. 49 പേർ ബസ്സിലുണ്ടായിരുന്നതായാണ് വിവരം. ബസ്സിലുണ്ടായിരുന്നവരിൽ കൂടുതൽ പേരും കുട്ടികളായിരുന്നു. അതിനിടെ അപകടത്തിൽ പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനുള്ള ക്രമീകരണം നടത്താൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി. ആലപ്പുഴയിൽ നിർത്തിയിട്ടിരുന്ന കാറിനുള്ളിൽ യുവാവ് മരിച്ച നിലയിൽ. ആലപ്പുഴ പൂച്ചാക്കലിൽ നിർത്തിയിട്ടിരുന്ന കാറിനുള്ളിൽ യുവാവിനെ മരിച്ച നിലയിലും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ അവശനിലയിലും കണ്ടെത്തി. തൈക്കാട്ടുശ്ശേരി പഞ്ചായത്ത് 14-ാം വാർഡ് പുറമട ജോസി ആന്റണിയാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. പുന്നമ്പൊഴി മനോജാണ് ഒപ്പമുണ്ടായിരുന്നത്. വൈകിട്ട് 6-ഓടെ മാണിയാതിർക്കൽ കവലയ്ക്ക് സമീപമാണ് സംഭവം. കാർ നിർത്തിയിട്ട് മണിക്കൂറുകളായതും അനക്കമില്ലാത്തതും സംബന്ധിച്ച് സംശയം തോന്നിയ നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് ജനപ്രതിനിധികളെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് വാഹന മെക്കാനിക്കിനെ വിളിച്ചു വരുത്തിയാണ് കാർ തുറന്നത്. ജോസി ഡ്രൈവർ സീറ്റിലും മനോജ് പിൻസീറ്റിലുമായിരുന്നു. ഉടനെ തുറവൂർ താലൂക്ക് ആശുപത്രി എത്തിച്ചെങ്കിലും ജോസിയുടെ മരണം സ്ഥിരീകരിച്ചു. പോസ്റ്റ്മോർട്ടം നാളെ നടക്കും. പത്തനംതിട്ട അടൂർ കണ്ടാളഞ്ചിറയിൽ വൻ തീപിടുത്തം. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥയിലുള്ള മലയിലാണ് തീപിടുത്തമുണ്ടായത്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. തീപിടുത്തമുണ്ടായ പ്രദേശത്തേക്ക് വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അടൂർ ഫയർഫോഴ്സ് യൂണിറ്റാണ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നത്. 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘമാണ് നിലവിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. തീ അണയ്ക്കാനായി മാവേലിക്കര, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ നിന്നും സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉടൻ തന്നെ സ്ഥലം സന്ദർശിക്കും.